അടുത്തൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ക്ലൈമാക്സ് എഴുതി കാണിക്കുന്നുണ്ട്. ഓരോ വർഷവും നമ്മുടെ ഇന്ത്യക്കകത്ത് 30,000 പേരെങ്കിലും മിനിമം ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ കൂടി കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അതിനകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, താഴ്ന്ന ജാതി, താഴ്ന്ന മതം, മറ്റവൻ്റെ മേലധികാരം, കാട്ടിനകത്ത് ജീവിക്കുന്ന സാധാ മനുഷ്യർ, ഇങ്ങനെ പലവിധ ദുരഭിമാന കൊല, അങ്ങനെയല്ല, ജാതി കൊല, മതക്കൊല, ഇങ്ങനെ അങ്ങ് ജീവിക്കേണ്ട. അത് നമ്മളെ വേർതിരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിൽ 10-25 കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളെ നിയമസംഹിത എത്രമാത്രം കൊള്ളാന്നുള്ള വ്യവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അവർ ഏത് വിധത്തിലാണ് ഇത് കൈകാര്യം ചെയ്യണമെന്ന്. അവരിങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അവരിൽ ഉള്ളിൽ ജാതിയോ മറ്റു കാര്യങ്ങളോ ആയിട്ട് നമ്മളെ സ്പ്ലിഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിയമവശങ്ങളും പേപ്പറായി കോടതിയിലെത്തും. കോടതിയിൽ തെളിവില്ലാത്ത രീതിയിൽ പേപ്പർ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ എഴുതി കാണിക്കുന്നുണ്ട്. പടം തുടക്കം ഇതെല്ലാം സാങ്കല്പികമാണെന്ന് പറയുകയും എൻഡിൽ യാഥാർത്ഥ്യം എഴുതി കാണിക്കുകയും ചെയ്യണം. നിങ്ങൾ പ്രേക്ഷകർ പടം തീർന്ന ഉടനെ എണീറ്റ് പോകും. ഇതാരും വായിക്കാൻ പോണില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ, എൻ്റെ ഒരു സിനിമ വീവർ എന്നുള്ള നിലയ്ക്ക്, സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നു, സിനിമയിൽ കാണിക്കുന്ന 99% യാഥാർത്ഥ്യമാണ്. ഇത് സാങ്കല്പിക ചിത്രം എന്ന് എഴുതി കാണിക്കുകയും ചെയ്തിട്ട് എൻഡിൽ ഇത് എഴുതി കാണിക്കുന്നുണ്ട്. എന്താരും കണ്ടില്ലേ? ആരും കണ്ടില്ലേ? ഞാൻ പറയണത് ഇത് കാണണം. ഇങ്ങനെ സത്യം പറയുന്നുണ്ട് ഈ സിനിമ നല്ല സ്റ്റൈലായിട്ട്. അതാണ് ലോകം. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു, 25 പേരിലേ നിങ്ങൾ തെളിയിച്ചുള്ളൂ, ശിക്ഷിച്ചുള്ളൂ. ബാക്കി 29,975 പേരുടെയും സത്യം കാലം തെളിയിക്കും. അതാണ് പ്രകൃതി.